നബി സ്വന്തം കൈകൾ കൊണ്ട് 300-ൽ പരം വിഗ്രഹങ്ങൾ അടിച്ചുടച്ച് അതിൽ ഒരെണ്ണം മാത്രം ശേഷിപ്പിച്ച് അതിന്റെ മേലെ പടുത്തുയർത്തിയിരിക്കുന്നതാണ് കാബ എന്ന് പറയുന്നത്. കള്ളം വേറെ ഇവിടെ വന്ന് ഉണ്ടാക്കാൻ നിന്നാട്ടല്ല, കൂട്ടിയിട്ട് കത്തിക്കും ഞാൻ. ഈ മൈരന്മാരെ വിളിച്ചിട്ട് പോവാൻ നോക്കണ പൂറ്റാണ്ടി. ഈ കോളനിയിലെ പിള്ളേര് സീനാ, വണ്ടി എടുത്ത് പോകാൻ നോക്കാക്ക. ഈ ഔറംഗസേബിന്റെ സൈന്യത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഉണ്ടായിരുന്നു. ഒരു വിഭാഗം മാത്രമല്ല, പല വിഭാഗമുണ്ട്. ബലാത്സംഗം ചെയ്യാൻ വേണ്ടി, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു യൂണിറ്റ് ഉണ്ടായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പഠിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ അയോധ്യക്കെതിരാണ്, അവർ കാശിക്കെതിരാണ്. അപ്പോൾ നമ്മുടെ പൂർവികന്മാരെ കൊലപ്പെടുത്തി അവരെ ആക്രമിച്ച് അവരുടെ സമ്പാദ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചു വെച്ച മഹാക്ഷേത്രങ്ങളുടെ മേലെ മസ്ജിദുകൾ കെട്ടിപ്പടുക്കുമ്പോൾ ഒരു മതവിശ്വാസി അല്ലെങ്കിൽ പോലും ഒരു ഭാരതീയനെ സംബന്ധിച്ച്, ഭാരതീയ സംസ്കാരത്തെ പ്രണയിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വികാരം തോന്നുന്നത് സ്വാഭാവികമാണ്. എടാ നിന്നെ പോലത്തെ നാറിയ വ്യാലെടുക്കാതെ കൊണ്ട് കുടുംബം പോറ്റാത്തോണ്ടേ പെണ്ണുങ്ങൾ കണ്ടവനോടൊക്കെ കുടുംബം പോറ്റാടാ. ഇവിടെ നാറി ഇനി നിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടല്ലേ എവിടെയാ കലക്കിയത്? എനിക്ക് പൂറ പരമ പുലിമടയില തല വെച്ചത് മോളി ചേച്ചിനെ എനിക്കറിയാല്ല. സംഗതി ചുള്ളിക്കമ്പാണെങ്കിലും ഉള്ളത് കാവലാണ്.